ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 1995 മാതാനഗർ പള്ളിയിൽ വെച്ച് വിറ്റുപേർ നടത്തിയ ബൈബിൾ ക്ലാസ്സിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ്. നമ്മൾ ഈ പ്രഭാഷണം കുറച്ച് ദിവസമായിട്ട് ശ്രവിച്ചു വരികയായിരുന്നു. അപ്പം നമ്മൾ അനേക കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ദൈവവചനത്തിൽ ജീവനുണ്ട്. നമ്മൾ ഈശോയിൽ വരുമ്പോൾ ആദ്യം നമ്മളെ തിരിച്ചറിയുന്നത് ആരാണ്? ഇങ്ങനെ അനേക കാര്യങ്ങൾ വിശുദ്ധി പാലിക്കും തോറും ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ നമുക്ക് വരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ദൈവവചനത്തിന് ജീവനുണ്ട് എന്ന് നമ്മൾ കണ്ടു. ആ ദൈവവചനം തന്നെയാണ് പരിശുദ്ധ മറിയത്തിൽ വന്നു ചേർന്നത്. ആ ദൈവവചനം തന്നെയാണ് ഈശോ. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. ഈശോയുടെ നാമം എന്താണ്? ദൈവവചനമെന്നാണ്. ലേവ്യൻ്റെ പുസ്തകം 17-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, രക്തത്തിൽ ജീവനുണ്ട്. ഈ ജീവനുള്ള രക്തമാണ് ഈശോ നമുക്ക് വേണ്ടി ചിന്തിയത്. അതാണ് അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. ഈശോ തൻ്റെ പീഡാനുഭവത്തിലൂടെ നമ്മുടെ ജീവന് വേണ്ടി അവിടുന്ന് എല്ലാം ത്യജിക്കുകയാണ്. ആ രക്തത്തിന് ജീവനുണ്ട്. അതാണ് ഈശോയുടെ ആ തിരുരക്തത്തിൻ്റെ വചനങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ ലേവ്യർ 17:11 ഹെബ്രായർ 9:14 എഫെസസ് 1:7 എല്ലാം ഈശോയുടെ ആ രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയാണ്. ഈശോയുടെ രക്തത്തിൽ ജീവനുണ്ട്. ഈശോയുടെ ആ വചനം തന്നെയാണ് ഈ രക്തം എന്ന് നമുക്ക് മനസ്സിലാകും. പിതാവായ ദൈവം ആദിയിൽ തൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട അതേ ദൈവവചനം തന്നെ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം തന്നെയായ ആ വചനം. ആ വചനത്തെയാണ് നമ്മൾ ഹൃദയപൂർവ്വം സ്വീകരിക്കേണ്ടത്. അതിനാണ് നമ്മൾ യെശയ്യാ 66 അതിൽ പറയുന്നുണ്ട്, അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. ദൈവം വസിക്കുന്നത് എവിടെയാണ്? വിനീതമായ ഹൃദയത്തിൽ, അനുതപിക്കുന്ന ഹൃദയത്തിൽ. ആ ജീവനുള്ള വചനം നമ്മുടെ ഹൃദയത്തിലേക്കും ആഴത്തിൽ പതിപ്പിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനത്തിന് ഏറ്റവും വലിയൊരു വചനത്തിൻ്റെ രഹസ്യം, വചനത്തിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ പറയാണ്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവിടുത്തെ മുൻപിൽ സൃഷ്ടിയും മറഞ്ഞിരിക്കുകയില്ല. സകലതും അനാവൃതവും വ്യക്തവുമാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ. അപ്പോൾ ഈ ദൈവവചനം ആണ് ഒരു വ്യക്തിയിൽ തുളച്ച് കയറി അവൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതാണ് സജീവവും ഊർജ്ജസ്വലവുമായ ഈ തിരുവചനങ്ങൾ. ആ വചനത്തെ നമ്മൾ വചനമായി തന്നെ സ്വീകരിക്കണം, വിശ്വാസപൂർവ്വം സ്വീകരിക്കണം. ഈ ഒരു വിശ്വാസമാണ് വിശുദ്ധ പത്രോസിനെയൊക്കെ ഉണ്ടായിരുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ വിശുദ്ധ പത്രോസ്ലീഹ ആ ദൈവപുത്രനെ ഏറ്റുപറയാണ്. ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ആ ഈശോ തന്നെയാണ് ഈ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ച് ദൈവവചനമായിട്ട് നമ്മുടെ കരങ്ങളിൽ, നമ്മുടെ ഹൃദയത്തിൽ എല്ലാം സ്വീകരിക്കുവാനും വായിക്കുവാനും നമുക്ക് വേണ്ടി തുറന്നു നൽകപ്പെട്ടിരിക്കുന്നത്. ആ വചനത്തെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. വചനത്തിൽ ജീവനുണ്ടെന്നും ആ വചനത്തിന് സൗഖ്യപ്പെടുത്തുവാനും ആശ്വാസം തരാനും കഴിയുമെന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്തിൻ്റെ ഭാഗം ശ്രവിക്കാം. അപ്പോൾ നമ്മൾക്ക് ബ്രദറിൻ്റെ ഈ വചന ക്ലാസ് ശ്രവിക്കാം. നമ്മൾ ഇതിൻ്റെ അകത്ത് കേൾക്കുകയായിരുന്നു. എസെക്കിയേൽ 44:23 വിശുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിശുദ്ധിയെപ്പറ്റി ആരും പറയുന്നില്ല. എല്ലാവരും പറയുന്നത് ധനസമ്പാദന മാർഗത്തെപ്പറ്റിയാണ്. 1 കൊരിന്ത്യർ 15:19 ലൗകിക കാര്യങ്ങളെപ്പറ്റിയാണ് പറയുന്നത്. ആത്മാവിൻ്റെ കാര്യത്തിൽ ആർക്കും ശ്രദ്ധയില്ല. നിങ്ങൾ ആത്മാവിൻ്റെ കാര്യം അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മത്തായി 6:33 ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയുള്ളവയെല്ലാം ദൈവം തന്നുകൊള്ളും.
അപ്പോൾ നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ തരും. വേണ്ട എന്ന് പറഞ്ഞാലും ദൈവം ധാരാളം തരും. എഫെസസ് 3:20-21 ധനം മാത്രമല്ല, നല്ല സ്വർണം തരും. മന്ത്രവാദമില്ലാത്ത നല്ല സ്വർണ്ണക്കട ഏതാണെന്ന് കാണിച്ചു തരും. മന്ത്രവാദമുള്ള അനേകം സ്വർണ്ണക്കടകളുണ്ട്. അവിടെ ധാരാളം മ്ലേച്ഛവസ്തുക്കൾ വെച്ചിരിക്കുന്നത് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയാണ്. എസെക്കിയേൽ 13:20. കൃപയില്ലാത്തവർ പറയും ആഭിചാരം ഏൽക്കില്ല എന്ന്. സംഖ്യ 23:23 അത് കപടനാണ് പറയുന്നത്. എന്നാൽ കൃപയിൽ വന്ന് ഈശോയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ആഭിചാരം ഏൽക്കാതിരിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് അത് ഏൽക്കും. കാരണം പൈശാചിക ശക്തികൾക്ക് അതിനുള്ള ശക്തിയുണ്ട്. മത്തായി 12:29 പിശാച് ശക്തനാണ്, അവനെ ബന്ധിക്കണമെങ്കിൽ നാം ശക്തരായിരിക്കണം. 1 യോഹന്നാൻ 4:4 നമ്മുടെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. അതുകൊണ്ട് നാം വചനത്തിലായിരിക്കണം. വചനമാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത്. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ എഫെസസ് 2:2 വെച്ച് ബന്ധിക്കും. കാരണം എന്താണ്? അവിടുത്തെ അന്തരീക്ഷ ശക്തിയുടെ അധീശൻ ശക്തനാണെങ്കിൽ അനുസരണം ഇല്ലാത്ത ജനമായിരിക്കും ആ സ്ഥലത്ത്. ചില സ്ഥലം ഹോസിയ 5:4 വെച്ച് ബന്ധിക്കണം. കാരണം അവിടെ വ്യഭിചാരത്തിൻ്റെ അരൂപി ശക്തമായിരിക്കും. എവിടെ നോക്കിയാലും വ്യഭിചാരമായിരിക്കും. ലോകത്തിൽ മന്ത്രവാദത്തിന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സ്ഥലമാണ് ആഫ്രിക്ക. ആഫ്രിക്കയിൽ കർത്താവിനെ കൊടുക്കുവാൻ പോകണമെങ്കിൽ ഡെലിവറൻസിൻ്റെ കൃപ ശക്തമായിട്ട് വേണം. അല്ലെങ്കിൽ മറ്റവൻ നിങ്ങളെയും കൊണ്ട് പോകും. 3 പേർ ഒന്നിച്ചു വേണം ആഫ്രിക്കയിൽ പോകാൻ. ഈജിപ്തിൽ ചെന്നാൽ മ്ലേച്ഛവസ്തുക്കൾ ധാരാളം ഉണ്ടായിരിക്കും. നിയമാവർത്തനം 7:25-26 വരെ, ജോഷുവ 7:10-15 വരെ. നാം മ്ലേച്ഛവസ്തുക്കളെ പറ്റിയെല്ലാം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നിയമാവർത്തനം 12:29-32 വരെ, 1 കൊറിന്തോസ് 10:19-22 വരെ. മനുഷ്യനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കൃപയിൽ വരാത്തത്. മായം ചേർക്കാത്ത വചനമായിരിക്കണം നാം പ്രഘോഷിക്കേണ്ടത്. 2 കൊറിന്തോസ് 2:17. അതിന് നാം യോഗ്യരാകണം. 1 തെസ്സലോനിക്ക 2:4. സുവിശേഷം ഫലമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചതനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഈശോയോട് വിശ്വസ്തത വരുമ്പോഴാണ് യോഗ്യത വരുന്നത്. 1 കൊറിന്തോസ് 4:2 കാര്യസ്ഥന് വിശ്വസ്തത കൂടിയേ തീരൂ. 1 കൊറിന്തോസ് 1:9 തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. 2 തിമോത്തി 2:13. 2 കൊറിന്തോസ് 6:14-18 വരെ. അവിശ്വാസികളുമായി കൂട്ടിച്ചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് റോമ 11:4. ലോകത്തിൽ 7000 പേർ മാത്രമേ ബാലിന് കീഴടങ്ങാത്തതായുള്ളൂ. അവരാണ് വിശുദ്ധർ. അവർ ഒരു അന്ധകാര ശക്തിക്കും കീഴടങ്ങിയില്ല. അവർക്ക് വിഗ്രഹങ്ങൾ കാണുമ്പോൾ ആത്മാവിൽ കോപമുണ്ടാകും. അപ്പോസ്തല പ്രവർത്തനം 17:16-21 വരെ. അപ്പോൾ അവർ അതിനെ ബന്ധിക്കും. അവർ അതിന് കീഴടങ്ങിയില്ല. കൃപ വന്നാൽ അവരുമായി യോജിക്കുവാൻ സാധിക്കുകയില്ല. അതിലും നല്ലത് മരണമാണെന്ന് അവർ ആഗ്രഹിക്കും. കൃപയിൽ വരണം, അല്ലെങ്കിൽ പ്രവൃത്തിക്കാരായി നടക്കും. റോമ 11:6. കൃപയിലാണെങ്കിൽ പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല. യോഹന്നാൻ 12:1-8 വരെ. മറിയം 300 ദെനാറായ്ക്ക് നാർദീൻ സുഗന്ധ തൈലം മേടിച്ച് ഈശോയുടെ കാൽ കഴുകി മുടികൊണ്ട് തുളച്ചപ്പോൾ ഏറ്റവും വിഷമമുണ്ടായത് ആർക്കാണ്? യൂദാസിനായിരുന്നു. അത് യഥാർത്ഥ വിഷമം ആയിരുന്നില്ല. യോഹന്നാൻ 12:6 അവൻ ഇത് പറഞ്ഞത് ദരിദ്രനോട് പരിഗണന ഉണ്ടായതുകൊണ്ടല്ല, പ്രത്യുത അവൻ ഒരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ പക്കൽ ആയിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നതുകൊണ്ടുമാണ്. ആരെങ്കിലും പറയുകയാണ് നമുക്ക് കുറച്ച് രൂപ ഉണ്ടാക്കാം, അതിന് കളക്ഷൻ വേണം, ഒരാൾ സെക്രട്ടറി, ഒരാൾ മെമ്പർ, എല്ലാവരും വേണം, നമുക്ക് ഉടനെ ഷാപ്പ് പൊളിച്ചു കളയാം, പുതിയതായി ഒരു സൊസൈറ്റി ഉണ്ടാക്കാം എന്നൊക്കെ പറയുമ്പോൾ കൃപയിലല്ലെങ്കിൽ എല്ലാവരും ഇറങ്ങും. യാക്കോബ് 2:14-26 വരെ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് എന്ന് വചനം പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നാം വിചാരിക്കും എല്ലാം സത്യമാണെന്ന്. യാക്കോബ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുവാനാണ്. കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. യോഹന്നാൻ 20:28.
അബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും പത്രോസിൻ്റെയും പൗലോസിൻ്റെയും വിശ്വാസം പോലെ പാറമേൽ പണിത ഭവനം പോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസം. മത്തായി 7:24-25. എങ്കിൽ ഒരിക്കലും നാം വീണു പോകുകയില്ല. റോമ 8:31-39 വരെ. വാളിനോ പീഡനത്തിനോ ഈ ലോകത്തിലുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ഇപ്പോഴുള്ളവയ്ക്കോ ശക്തിക്കോ ഒന്നിനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപെടുത്തുവാൻ സാധ്യമല്ല. ദൈവസ്നേഹ പാരമ്യമാണ് യെശയ്യാ 49:15-16. പെറ്റമ്മയേക്കാൾ കൂടുതലാണ് ദൈവസ്നേഹം. ദൈവസ്നേഹം വർണ്ണിക്കാൻ ആർക്കും സാധ്യമല്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം പോലും പറയുവാൻ സാധ്യമല്ല. അതിലും എത്രയോ വലുതാണ് ദൈവസ്നേഹം. ജ്ഞാനം വിവരിക്കുവാൻ സാധിക്കുകയില്ല. ജ്ഞാനം 7:22-30 വരെ. ഈ വചനം രാത്രിയിൽ 2-3 മണി വരെയുള്ള സമയം ധ്യാനിക്കണം. രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ആത്മീയ ശക്തി കിട്ടുന്നത്. അതൊരു ആത്മീയ രഹസ്യമാണ്. രാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനായി നിങ്ങളെ ഞാൻ ഫോണിൽ കൂടി വിളിക്കാം. ഫോൺ ബെല്ല് അടിക്കുമ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. റോമ 8:31-39 വരെയുള്ള വചനം ഇവിടെ വായിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു. ഈശോയുടെ ആത്മാവ് മഹത്വത്തിൻ്റെ ആത്മാവാണ്. 1 പത്രോസ് 4:14. ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ അനേക കാര്യങ്ങൾ ശ്രവിച്ചു. നമ്മൾ ഈശോയുടെ രാജ്യവും നീതിയും അന്വേഷിച്ച് കഴിയുമ്പോൾ ഈശോ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കൊണ്ടുത്തരും. കാരണം അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഇതിൽ പറയുകയാണ്, നമുക്ക് ഏറ്റവും നല്ല സ്വർണം തരും, ഏറ്റവും നല്ല വസ്ത്രം നമുക്ക് തരും. ഇതെല്ലാം ഈശോയോട് നമ്മൾ വിശ്വസ്തത പുലർത്തുമ്പോഴാണ്. Efesos 3:20-21 പറയുന്നുണ്ട്, നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. അതിനു മുമ്പുള്ള വചനം പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അതിലൂടെയാണ് വിശുദ്ധരുടെ ഇടയിൽ നമുക്കും അവകാശം തരുന്നത്. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും എല്ലാം നമ്മൾ ഗ്രഹിക്കുമ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും ഒക്കെ വളരെ കൂടുതൽ ചെയ്തു തരാൻ ദൈവത്തിന് സാധിക്കുക. കാരണം നമ്മൾ ഈശോയെ അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭൗമിക കാര്യങ്ങളുടെ പിന്നാലെ ഓടുകയില്ല. വീണ്ടും നമുക്ക് എന്താ വേണ്ടിയത്? നന്മകളും പരിശുദ്ധാത്മാവിനെയും തരാൻ വേണ്ടി നമ്മൾ തീക്ഷ്ണമായിട്ട് അഭിലഷിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഈശോ ബാക്കിയുള്ളവയെല്ലാം നമുക്ക് തരിക എന്ന് പറയുക. ഇതിൽ പറയാണ്, അനേകം സ്ഥലങ്ങൾ തിന്മയുടെ അടിമപ്പെട്ടിരിക്കുന്നതാണ്. അനേകം മ്ലേച്ഛ വസ്തുക്കൾ പല സ്ഥലങ്ങളിൽ ഇരിപ്പുണ്ട്. നമ്മൾ വിശുദ്ധി പാലിക്കുമ്പോഴാണ് അവിടെ ഇരിക്കുന്നത് മ്ലേച്ഛ വസ്തുക്കളാണോ പല ബന്ധനത്തിൽപ്പെട്ട സാധനങ്ങളാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് നമ്മിൽ വിശുദ്ധി വരുമ്പോഴാണ്. അവ കാണുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. അതാണ് വിശുദ്ധ പൗലോസ്ലീഹായും കൃപയിൽ വന്നവരെല്ലാം ഈ തിന്മയുടെ ശക്തിയൊക്കെ കാണുമ്പോൾ അവർ അസ്വസ്ഥരാകുകയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കണ്ടു. അപ്പോസ്തല പ്രവർത്തനം 17-16-21 വരെയുള്ള തിരുവചനത്തിൽ പൗലോസ്ലീഹ അവിടെ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും അസ്വസ്ഥതയുണ്ടാകുന്നുണ്ട്. കാരണം ദൈവനാമത്തിന് എതിരായി വരുന്ന തിന്മയുടെ ശക്തിയെ കാണുമ്പോൾ അവർക്ക് ആത്മാവിൽ രോഷമുണ്ടാകുകയാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട് 2 കൊരിന്തോസ് 10:1 വചനത്തിൽ, അടുത്തായിരിക്കുമ്പോൾ വിനീതരും അകന്നിരിക്കുമ്പോൾ തൻ്റെടിയുമെന്ന് നിങ്ങൾ വിളിക്കുന്ന വിശുദ്ധ പൗലോസായ ഞാൻ ക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്നെല്ലാം വിശുദ്ധ പൗലോസ്ലീഹ പറയണതിൽ ആത്മീയമായ ഒരു രോക്ഷം ഉണ്ടാകും. ആത്മാവ് അസ്വസ്ഥപ്പെടുമ്പോൾ, തീഷ്ണതയാൽ കത്തി ജ്വലിക്കപ്പെടുമ്പോൾ ആ ബന്ധിക്കാനുള്ള കൃപ ദൈവം കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ ക്രോധം നടപ്പിലാക്കുന്നത് അവിടുത്തെ സൃഷ്ടികളിലൂടെയാണ്. ചില അരൂപികളെ ശാസിച്ച് ബന്ധിച്ചയക്കുന്നത് എല്ലാം ആ കർത്താവിൻ്റെ ക്രോധം വരുമ്പോഴാണ്, ആത്മീയമായ രോക്ഷം വരുമ്പോഴാണ്, അശുദ്ധിയെ
മാറ്റി നിർത്തപ്പെടുവാൻ ആവശ്യപ്പെടുമ്പോഴാണ്. കാരണം ദൈവം എപ്പോഴും പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നമ്മൾ നടക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വ്യാജം പറയുന്നവരാകും. കാരണം ദൈവത്തിൽ ഒരിക്കലും അന്ധകാരമില്ല. 1 യോഹന്നാൻ 1:5-10 വരെയുള്ള വചനത്തിൽ നമ്മൾ പലപ്പോഴും നമ്മളിൽ ഈ അന്ധകാരം നിൽക്കുമ്പോൾ നമ്മൾ ഈശോയെ കൂട്ടുപിടിച്ച് ആ അന്ധകാരത്തിലേക്ക് നമ്മൾ ചേർക്കുമ്പോൾ നമ്മൾ വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. അതുകൊണ്ടാണ് ഈ വിശുദ്ധർ എപ്പോഴും പോയി കുമ്പസാരം എടുക്കുന്നത്, എപ്പോഴും പാപബോധം എടുക്കുന്നത്. എന്താണ്? ആ തിന്മ വന്ന് പ്രവേശിക്കാതിരിക്കുവാൻ, അശുദ്ധിക്ക് അവിടെ പ്രവേശനം ഇല്ലാതിരുന്ന് ദൈവത്തിൻ്റെ പ്രകാശത്തിൽ തന്നെ അവർ വസിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രകാശത്തിലേക്ക് അവർ എപ്പോഴും നയിക്കപ്പെടുക. നമ്മൾ പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി വരുമ്പോൾ, തീഷ്ണത ഉണ്ടാകുമ്പോൾ, തിന്മയോ അശുദ്ധിയോ കാണുമ്പോൾ ആത്മാവിൽ രോഷമുണ്ടാകും. ഈശോ എപ്പോഴും കരുണയാണ്, ഈശോ എപ്പോഴും സ്നേഹമാണ്, ദൈവം പാപികളുടെ സങ്കേതമാണ്. പക്ഷേ ഒരിക്കലും ഈശോ തിന്മയെ അഡ്ജസ്റ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും എല്ലാം നമ്മൾ കാണുന്നുണ്ട്, ഈശോയെ കാണുമ്പോഴേ സാത്താൻ അസ്വസ്ഥനാകുകയാണ്. ഇവിടെ നമ്മളൊരു കാര്യം വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ആത്മാവിൽ രോഷം വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന്. എന്തെന്നാൽ അവൻ നിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ്. എന്നാൽ നീ തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ പേടിക്കണം. അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല, തിന്മ ചെയ്യുന്നവനെതിരായി ദൈവത്തിൻ്റെ ക്രോധം നടപ്പിലാക്കുന്ന ദൈവീക ശുശ്രൂഷകനാണ് അവൻ. റോമാക്കാർക്ക് ലേഖനം 13-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ പറയുകയാണ്, അവൻ വാൾ ധരിച്ചിരിക്കുന്ന വെറുതെയല്ല, തിന്മ ചെയ്യുന്നവനെതിരെ ദൈവത്തിൻ്റെ ക്രോധം നടപ്പിലാക്കുന്ന ദൈവിക ശുശ്രൂഷകരാണവർ. അപ്പോൾ ഈ ദൈവിക ശുശ്രൂഷകർ, ഈ ബന്ധന പ്രാർത്ഥന, ആത്മാവിൽ രോഷം ഉണ്ടാകുന്നതൊക്കെ എപ്പോഴാണ്? ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ്. അതാണ് ദൈവം അഗ്നിയാണ്, പാറയെ തകർക്കുന്ന കൂടമാണ് ഈശോയുടെ ഈ വചനം. അത്രമാത്രം ഈ അശുദ്ധിയെ അഥവാ പാപത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പരിശുദ്ധിയിലേക്ക് നമ്മളെ ഓരോ സമയവും ആനയിക്കുന്നതാണ് അവിടുന്ന്. അപ്പോൾ നമ്മൾ കണ്ടു എന്താണ് ഈ ദൈവത്തിൻ്റെ ക്രോധം നടപ്പിലാക്കുന്ന ദൈവിക ശുശ്രൂഷകരായിട്ട് കർത്താവ് തിരഞ്ഞെടുക്കുന്നത് നമ്മെ ഓരോരുത്തരെയുമാണ്. നമ്മൾ ഈശോയുടെ വിശ്വസ്തത പുലർത്തുമ്പോൾ ഈശോ നമുക്ക് തരുന്ന കൃപയാണ് സകല സൃഷ്ടികളുടെ മേലുമുള്ള ഒരു ആധിപത്യം. തിന്മയെ ചെറുത്ത് നിൽക്കുവാനും പാപത്തെയും പാപസാഹചര്യത്തിനെയും വെറുത്തുപേക്ഷിക്കുമ്പോൾ നമ്മുടെ കർത്താവിനോടുള്ള വിശ്വസ്തത പുലർത്തപ്പെടുന്നു. അതിനുശേഷം ബ്രദർ പല സ്ഥലത്തെയും തിന്മയുടെ ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള ഈവിൾ സ്പിരിറ്റ് ഉണ്ട് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. കാരണം പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ വെളിപ്പെടുത്തി കിട്ടുന്നതാണ്. യൂട്യൂബറിന് ദൈവം കൊടുത്ത കൃപയുടെ ഒരു പ്രത്യേകതയായിരുന്നു ദൈവവചനത്തിലൂടെ അശുദ്ധ ശക്തിയെ കണ്ടുപിടിച്ച് അതിനെ ബന്ധിക്കുക. അത് ആത്മാവിൽ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മുടെയൊക്കെ ഭവനങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷ ശക്തിയുടെ അധീശനുണ്ട്. എഫെസൂസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തിയുടെ അധീശനെ അനുസരിച്ചുമാണ് നടന്നിരുന്നത്. നമ്മളിലെല്ലാം വരുന്നതാണ്. അതിൻ്റെ അകത്ത് എല്ലാ തിന്മയുമുണ്ട്, നമ്മളിൽ അനുസരണക്കേടുണ്ട്. ഈ അനുസരണക്കേടിനെ ബന്ധിക്കുമ്പോഴാണ് ആ രൂപി അവിടെ നിന്ന് പോകുന്നത്. നമുക്കറിയാം ഈ ബന്ധന പ്രാർത്ഥന അഥവാ മോചന പ്രാർത്ഥനയൊക്കെ നടത്തണമെങ്കിൽ ദൈവത്താൽ പ്രത്യേകം അഭിഷേകം ചെയ്യപ്പെടണം, അല്ലെങ്കിൽ സഭയിൽ നിന്ന് പ്രത്യേകം അഭിഷേകം ചെയ്യപ്പെട്ട് അയക്കുന്നവരാണ് കൂടുതലും ബന്ധിച്ച് പ്രാർത്ഥിക്കുക. അവർക്കിതിൻ്റെ മേലൊരു അധികാരം ദൈവം കൊടുക്കുകയാണ്. ഇതിൽ പറയുകയാണ്, നമ്മൾ പലപ്പോഴും പറയും നമുക്ക് ആഭിചാരം ഏൽക്കുകയില്ല, തിന്മ നമ്മളെ തൊടുകയില്ല. പക്ഷെ നമ്മൾ ഈശോയുടെ വചനം പാലിക്കുന്നില്ല എങ്കിൽ, ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ അസ്വസ്ഥരാകും പല സമയത്തും. സംഖ്യ 23-23 പറയുന്നുണ്ട്, യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഭവിക്കുകയില്ല. കർത്താവിൻ്റെ വചനം നമ്മൾ അനുസരിക്കുമ്പോഴാണ് നമ്മൾ യാക്കോബായി മാറുക, ദൈവത്തോട് കൂടെ ആയിരിക്കുക. അപ്പോഴാണ് നമുക്ക് ഒരാഭിചാരവും ഈ ലോകത്തിൽ എത്രമാത്രം തിന്മ വരുന്നാലും അത് ഏശാതെ അതിനെ കീഴ്പ്പെടുത്തുവാനുള്ള കൃപ കർത്താവ് നമുക്ക് തരിക. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഹോസിയ 5:4-ലും ഹോസിയ 4:12-ലും ഒക്കെ പറയുന്നുണ്ട് വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം.
പല സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇത്തരം പാപത്തിൽപ്പെട്ട അനേകരെ കാണും. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ അടുത്തയാളും ആ പാപത്തിൽ വീഴുന്നതിന് കാരണം അത്തരത്തിലുള്ള തിന്മയുടെ ശക്തി അവിടെ കൂടുതലായിരിക്കും. ആ അരൂപിയെ വിട്ടുപോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ശക്തമായ പ്രവർത്തനം അവിടെ ഉണ്ടാകുക. അശുദ്ധിയുടെ ശക്തി വരുമ്പോഴാണ് ഈ അശുദ്ധിക്ക് അവിടെ നിൽക്കുവാൻ സാധിക്കാതെ വരിക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ആഫ്രിക്കയിലെ ഏറ്റവും ഈ കൃപയുടെ ഡെലിവറൻസിൻ്റെ കൃപ കിട്ടിയ ശേഷം നമ്മൾ അവിടെ പോകുമ്പോഴാണ് ആ അരൂപിയെ ബന്ധിക്കുവാനുള്ള കൃപ ലഭിക്കുക. ഈജിപ്തിൽ ചെന്നാൽ മ്ലേച്ഛ വസ്തുക്കളുടെ അനേകം കൂട്ടങ്ങളുണ്ട്. ഇങ്ങനെ പല പല അശുദ്ധ ശക്തികളെക്കുറിച്ചും അരൂപികളെക്കുറിച്ചും ഒക്കെ ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. ഇതുപോലെ നമ്മൾ കാണുന്നുണ്ട് ഈ കർത്താവിൻ്റെ സുവിശേഷത്തിൽ മായം ചേർക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് പലതിനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരിക. അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും എല്ലാം ഒന്നാണ്. പക്ഷേ ഈശോയുടെ രാജ്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളും സത്യദൈവത്തെ നമുക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും ആ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ പരിമളം നമുക്ക് അനുഭവിക്കുവാനും സാധിക്കും. പൗലോസ്ലീഹ പറയുക 1 തെസ്സലോനിക്കർ 2:4 സുവിശേഷം ഫലമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചതനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആ ശുശ്രൂഷയിലൂടെയൊക്കെ കടന്നുപോയി, സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് അദ്ദേഹം ഈ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നത്. 1 കൊരിന്ത്യർ 4:2 വചനത്തിൽ പറയണ കാര്യസ്ഥന് വിശ്വസ്തത കൂടിയേ തീരൂ. ഈ വിശ്വസ്തതയിലൂടെ നമുക്ക് ദൈവിക ചൈതന്യത്തിലേക്ക് വരുവാൻ സാധിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് നമ്മൾ പലതിനും അവിശ്വാസികളുമായി അവരുമായി കൂട്ടിച്ചേരാതിരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടിച്ചേരുമ്പോൾ ആ പാപത്തിൽ നമ്മളും പങ്കുകാരാകുന്നു. കൂടുതലും ആ കൃപയിലേക്ക് വരണം. ഈശോയുടെ ചൈതന്യത്തിൽ വന്നിട്ട് ആ ചൈതന്യം പരിപൂർണമായിട്ട് പ്രവർത്തിക്കണം. നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം എത്രയോ വലുതാണ്. നമ്മൾ ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം 7:22-30 വരെയുള്ള വചനങ്ങൾ രാത്രിയിൽ ഇരുന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതിൽ അനേക രഹസ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ ഗർഭധാരണ വൈകല്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വചനങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ എല്ലാ ദിവസവും ഈ വചനങ്ങൾ ഏറ്റുചൊല്ലുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7:22-30 വരെയുള്ള വചനങ്ങൾ, അതിലൂടെ അത്ഭുതകരമായ സൗഖ്യം നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൽ പറയുകയാണ്, അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരക്തവും ക്ഷതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും ഉപകാരപ്രദവും ആർദ്രവും ശുദ്ധവും ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവശക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതുമാണ്. ഈ വചനങ്ങളിലെല്ലാം അനേകം ദൈവിക രഹസ്യങ്ങൾ കടന്നിരിക്കുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ ലുത്തീനിയ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അതിലെല്ലാം പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമ്മൾ ഓരോ തരത്തിൽ യാചിക്കുകയാണ്. ഈ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതകരമായ സൗഖ്യം നമുക്ക് ലഭിക്കും. ദൈവിക രഹസ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ വചനങ്ങളെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഈശോയുടെ വചനത്തിൽ ആഴപ്പെടുവാനും ഓരോ അരൂപികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ കീഴ്പ്പെടുത്തുവാനും നന്മയിൽ കൂടുതൽ വളരുവാനും ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയ ശുദ്ധീകരണമാണ് ഈശോ അഭിലഷിക്കുന്നത്. ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട് വരുമ്പോഴാണ് വിശുദ്ധമായതും അശുദ്ധമായതും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതിനുമുള്ള കൃപയ്ക്ക് വേണ്ടി, ആ വിവേചന വരത്തിനു വേണ്ടി പരിശുദ്ധ മറിയത്തോട് നമുക്ക് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേസിൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.